ഹായ്. ഞാൻ ഈ അടുത്ത് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഇക്ര ഹോസ്പിറ്റലിൽ പോയിരുന്നു. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മരുന്നുകളൊക്കെ എഴുതി കിട്ടി. ഞാൻ അതുകൊണ്ട് ഫാർമസിയിൽ പോയി മെഡിസിൻ ഒക്കെ വാങ്ങി ഡിസ്പെൻസ് ചെയ്യുന്ന ഭാഗത്ത് എല്ലാ ബില്ലൊക്കെ കൊടുത്ത് മെഡിസിൻ വാങ്ങേണ്ട ഘട്ടത്തിൽ ഈ ഡിസ്പെൻസ് ചെയ്യുന്ന ഭാഗത്ത് ചെന്ന് ഞാൻ അങ്ങനെ ക്യൂല് നിൽക്കുക. അപ്പൊ ക്യൂല് നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. ഭയങ്കര പ്രായമില്ല, എന്നാലും ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞൊരു സ്ത്രീ. അപ്പൊ അവരുടെ ഭാവാദികളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അവരുടെ വർത്തമാനങ്ങൾ, ഇടയ്ക്ക് ഫോണിൽ വർത്തമാനം പറയുന്ന വളരെ തനി നാടൻ വർത്തമാനം. അങ്ങനെ അവർ എന്റെ മുമ്പിലുള്ള ആളുകൾ ഒഴിഞ്ഞ് എന്റെ തൊട്ട് മുമ്പിലുള്ള ഇവർക്ക് മരുന്ന് കിട്ടേണ്ട സമയം. അപ്പൊ അവർ മരുന്ന് വാങ്ങി ബില്ല് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി ആ ബില്ലെടുത്ത് പേഴ്സിൽ നിന്ന് സാവധാനത്തിൽ ഒരു ന്യൂസ് പ്രിന്റ് 4-5 മടക്കിയത് എടുത്ത് അതിങ്ങനെ നിവർത്തിയപ്പോൾ ഞാനിങ്ങനെ കാണുന്ന ഡേറ്റുകൾ, ആ ഡേറ്റുകൾ നേരെ കണക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അന്നത്തെ ദിവസം കുറെ കണക്കുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവര് ആ ഡേറ്റ് ഇട്ട് കണക്ക് ഇങ്ങനെ മരുന്നിന്റെ 128.5 എന്നൊക്കെ പണ്ട് തന്നെ കണക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതുന്നത്. അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവർ തിരിഞ്ഞു നോക്കിയപ്പോ ഞാനിങ്ങനെ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അവരെന്നെ നോക്കി. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണെന്നറിയോ, അവർ ഈ സമാധാനത്തിൽ ഇങ്ങനെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ സമയത്തെ അപഹരിച്ചു, അല്ലെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് തടസ്സം ഉണ്ടാക്കിയോ എന്നുള്ള ഒരു ജാള്യത അവരുടെ മുഖത്തുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നോട് സോറി, ഞാൻ മാറിത്തരാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റേത് വന്നിട്ടില്ല, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളെ പണി ചെയ്തോളി. അവരങ്ങനെ ചെയ്ത് അപ്പൊ ചിരിച്ചിട്ട് അവരത് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണ്ടല്ലോ, എന്താണ് കൊള്ളാം, നിങ്ങൾ ആളുഷാറാണല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് എന്നോട് തിരിഞ്ഞു. അപ്പൊ എനിക്ക് അവർക്കൊരു സംസാരിക്കാൻ താല്പര്യമുള്ളത് പോലെ തോന്നി. എന്നോട് പറഞ്ഞു, ഭർത്താവ് ഉണ്ട് ഇവിടെ, കിടക്കുകയാണ്, മക്കള് ഗൾഫിലാണ്, അവരങ്ങനെ കണക്കൊന്നും ചോദിക്കൊന്നുമില്ല. ഞാൻ ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് പറയാ, കണക്കൊന്നും ചോദിക്കൊന്നുമില്ല. പക്ഷെ എനിക്കൊരു മനസമാധാനത്തിന്, ഒരു ഐഡിയ ഉണ്ടാവാൻ, ധാരണ ഉണ്ടാവാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതി വെക്കേണ്ട കുറെ കൊല്ലമായിട്ട് നടക്കുന്ന ഒരു ശീലമായതുകൊണ്ട് അത് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ കുടുംബനാഥ. അതെ, ആയിക്കോട്ടെ. പക്ഷെ മൂപ്പരിങ്ങനെ കൊണ്ടു തരുമ്പോഴും പിന്നെ മക്കള് ഇപ്പൊ മൂപ്പര് ജോലിക്കൊന്നും പോകാണ്ടായി, മക്കളാണ് ഇപ്പൊ ജോലിക്ക് പോകുന്നത്. എന്നാലും അവർ കൊണ്ടു തരുമ്പോൾ നമുക്കൊരു കണക്കൊക്കെ വേണമല്ലോ, കയ്യും കണക്കൊക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്? ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഓരോ മാസം അപ്പോഴത്തേക്ക് എന്റെ മെഡിസിൻ പാക്കേജ് വന്നു. ഞാനത് വാങ്ങി, ഞങ്ങൾ രണ്ടുപേരും മാറി എന്ന് വർത്താനമൊക്കെ പറഞ്ഞു. മലപ്പുറത്തുള്ള ഒരു കുഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു വിദൂരമായ സ്ഥലത്തുള്ള ഒരു ലേഡിയാണ്. ഭർത്താവിന് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ നോക്കി ചെലവ് കുറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയതാണ്. കൂടെ ഒരു മരുമകളുണ്ട്, അവള് റൂമിൽ തന്നെയാണ് ഉള്ളത്. മോന്റെ ഭാര്യയാണ്, മൂത്ത മോൻ ഗൾഫിലാണ്. ഭർത്താവ് ഗൾഫിലായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് എല്ലാം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവരോട് വിശദമായിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ അവര് നല്ല രസം സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവരോട് ഞാനിങ്ങനെ കണക്കെഴുതി വെക്കും. എന്നിട്ട് ഓരോ മാസവും ഞാനിത് ഇങ്ങനെ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും നമ്മൾ ഈ റിപ്പീറ്റീവ് ആയിട്ട് അനാവശ്യമായിട്ട് വന്ന ചെലവുകൾ ഉണ്ടോ അതൊക്കെ നോക്കും. ഇനി കൂടുതൽ എവിടെയെങ്കിലും അലോട്ട് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായൊരു ബഡ്ജറ്റ്. അപ്പൊ ഓരോ മാസവും എനിക്കൊരു കണക്ക് കിട്ടും. അപ്പൊ അതനുസരിച്ച് അടുത്ത മാസത്തേക്ക് എങ്ങനെയാണ്, എന്താണ് അധിക പൈസ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ഡ്രസ്സ്, ഫുഡ്, വാങ്ങേണ്ട സാധനങ്ങള്, മറ്റു കാര്യങ്ങൾ, അതെല്ലാം അമ്യൂണിറ്റീസ് ഒക്കെ അടക്കമുള്ള സകല സാധനങ്ങളും അവരിങ്ങനെ കൃത്യമായിട്ട് ഒരു ബജറ്റ് ഉണ്ടാക്കും. അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു സ്വകാര്യം കൂടി അവർ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ അനാവശ്യ ചെലവുകളൊക്കെ കുറച്ചിട്ട് കുറച്ച് പൈസ നമ്മളൊരു ബജറ്റ് ഇടുമല്ലോ, അതിൽ നിന്ന് ഒരു ചെറിയ പൈസ ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ചുറ്റുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാത്ത ഒരു ചാരിറ്റി അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചെലവാക്കിയിട്ടുമാണ് ചെയ്യുന്നത്. ഇത് പിശുക്കൊന്നുമല്ല എന്നൊക്കെ അവർ ന്യായീകരിക്കും. എനിക്ക് അവരുടെ ശൈലിയും വർത്താനവും അവരുടെ രീതികളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും ദയയും ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങൾ കുറെ നേരം വർത്താനം പറഞ്ഞ് അവർ പിരിഞ്ഞു. ഞാനിപ്പോൾ ആലോചിച്ച്, ഞാനൊക്കെ ഇത് ചെയ്യണം, ഞാൻ കണക്കൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ ഇത്ര കൃത്യമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാറില്ല. നമ്മൾ നാട്ടുകാർ ഇങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക, ഉപദേശിക്കുക എന്നല്ലാതെ നമ്മളുടെ കാര്യത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ അതിനുശേഷം അത് പിന്തുടരാൻ തുടങ്ങി. ഓരോ ദിവസവും ചെലവാക്കുന്ന പൈസ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല രസകരമായിരുന്നു. അങ്ങനെ ഓരോന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ കൗതുകകരമായ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. എവിടെയാണ് കൂടുതൽ ചെലവാക്കുന്നത്, അനാവശ്യ ചെലവുകൾ വരുന്നത് എവിടെയാണ്, റിപ്പീറ്റീവ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്നത് ഫുഡിനാണോ, ഡ്രസ്സിനാണോ, മറ്റ് ചെലവുകളാണോ, മെയിൻ്റനൻസ് ആണോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് അനാവശ്യ ചെലവുകൾ കട്ട് ഓഫ് ചെയ്യുകയും
പകരം ചില ചെറിയ പൈസകളൊക്കെ മാറ്റിവെച്ച് ചെറിയ ചെറിയ ചാരിറ്റികൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അത് നമുക്ക് മക്കളെ ബോധ്യപ്പെടുത്തി മക്കളെയും പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലി ബജറ്റ് കൃത്യമായിട്ട് രൂപപ്പെട്ട് വരും എന്ന് മാത്രമല്ല നമുക്കൊരു കൃത്യത ഉണ്ടാവും. വെറുതെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനും അത് കണ്ട് പച്ചക്കറിക്കൊക്കെ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ബീട്രൂട്ടിന് 90 രൂപയാണ് ഒരു സ്ഥലത്ത്, വേറെ ചെന്നപ്പോൾ 120 രൂപയാണ്, ക്യാരറ്റിന് 80 രൂപന്റെ അപ്പുറം കടന്നു. സാധാരണ ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറി ആയിട്ട് എനിക്ക് തോന്നിയത് സത്യത്തിൽ ബീൻസ് ഒക്കെ പോലുള്ള സാധനങ്ങളായിരുന്നു. അത് അപ്പോഴും 70 ഉണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനും 80 കുറഞ്ഞ പരിപാടിയില്ല. അപ്പൊ നമുക്ക് എവിടെയൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ കൃത്യമായിട്ട് അലോട്ട് ചെയ്യാൻ പറ്റും, എവിടുന്ന് വില കുറഞ്ഞ് കിട്ടാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരു ഫാമിലി എക്സ്പെൻസിനെ കുറിച്ചും ബജറ്റിനെ കുറിച്ചും മാറ്റി വെക്കേണ്ടത്, വിദ്യാഭ്യാസത്തിന് എത്ര അലോട്ട് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ഫാമിലി ബജറ്റ് ഉണ്ടാക്കുകയും ജീവിതം കുറച്ചുകൂടി രസകരവും സുഖകരവും അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും അതിനു വേണ്ടി ഒരു വക നീക്കിയിരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന ഒരു വിവരം, ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് സത്യം പറഞ്ഞാൽ ഈ 12ാം ക്ലാസ് പാസ്സായി ജസ്റ്റ് ഒരു ഹൗസ് വൈഫായ മധ്യവയസ്കയായ ഒരു നാടൻ സ്ത്രീയിൽ നിന്ന് നമുക്ക് കിട്ടുമെങ്കിൽ അത്തരം ഇൻഫർമേഷൻ നോളജുകളും അത്തരം വിവരങ്ങളും ഇൻസൈറ്റുകളും തേടിപ്പിടിച്ച് കുടുംബ ഭദ്രതയെ കൂടുതൽ മനോഹരമാക്കുകയും സുന്ദരമാക്കുകയും ചെയ്യാം. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.